മലപ്പുറത്ത് വസീഫ് ഇത്തവണ മലപ്പുറത്തേക്ക് വരുന്നു. കഴിഞ്ഞ തവണ സാനുവിനെ അവർ പരീക്ഷിച്ചു, ഇത്തവണ വസീഫിനെ പരീക്ഷിക്കുന്നു. പക്ഷെ മലപ്പുറം ഒരു പക്ക UDF മണ്ഡലമാണ്, അവിടെ ഒരു വലിയ മത്സരത്തിന് സ്കോപ്പില്ല. പക്ഷെ വസീഫിന് വലിയ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ തപ്പുമ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു അത് സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ഒരു വർത്തമാനമായിരിക്കണം. വസീഫ് DYFIയുടെ നല്ലൊരു പരീക്ഷണമായിരിക്കും എന്നൊക്കെയാണ്. ഒരു യുവരക്തത്തെ CPM പരീക്ഷിക്കുന്നു. ആദ്യമായിട്ടൊന്നുമല്ല. VP സാനുവിനെ, SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ സാനുവിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അതിന് PK സൈനബയെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ CPM ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെങ്കിൽ യുവജന നേതാക്കളെയൊക്കെ മത്സരിപ്പിക്കുന്ന മണ്ഡലമാണ് മലപ്പുറം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കലി മലപ്പുറം മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ്. ആ കോട്ട വീഴ്ത്താൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പിണറായി വിജയന് തുടർഭരണം കിട്ടി. വലിയ LDF തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചു. അങ്ങനെ LDF തരംഗം ആഞ്ഞടിക്കുമ്പോഴും ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 7 നിയമസഭാ സെഗ്മെന്റിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അടിത്തറയുള്ള സീറ്റാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്. ഈ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ സംഘടനാപരവും രാഷ്ട്രീയവുമായ മേൽക്കോയ്മയെ മറികടക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല. എത്ര വോട്ട് സമാഹരിക്കുന്നു, വസീഫിനെ സംബന്ധിച്ച് മുമ്പിലുള്ള ടാർഗറ്റ് എത്ര വോട്ട് പരമാവധി സമാഹരിക്കുന്നു എന്നുള്ള ഇടത്താണ്. പിന്നെ മുസ്ലിം ലീഗിന് പലതരത്തിലുള്ള രാഷ്ട്രീയമായ വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് 3ാം സീറ്റ് കിട്ടാത്ത സാഹചര്യം ലീഗിനെ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമസ്തയിലെ ചേരിപ്പോരും പിണക്കവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാമുദായികമായ അല്ലെങ്കിൽ ലീഗ് നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ ET മുഹമ്മദ് ബഷീർ മത്സരിക്കുന്നു. ET മുഹമ്മദ് ബഷീർ ഒക്കെ മാറി പുതിയ തലമുറ വരണമെന്നൊക്കെ അഭിപ്രായമുള്ള ചെറുപ്പക്കാരും മറ്റുമൊക്കെ ലീഗിലുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരുപാട് പാർലമെന്ററി അവസരം കിട്ടിയ ഒരാൾ മത്സരിക്കുകയും മറ്റേ ഭാഗത്ത് ആദ്യമായി പാർലമെന്ററി രംഗത്തേക്ക് വരുന്ന ഒരു യുവാവ് മത്സരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് യുവ വോട്ടുകൾ, അതുപോലെ തന്നെ വനിതാ വോട്ടുകൾ, ആ തരത്തിലൊക്കെ. പക്ഷേ ഈ പറഞ്ഞ ലീഗിന്റെ രാഷ്ട്രീയ അടിത്തറയെയും മേൽക്കോയ്മയെയും മറികടക്കാൻ അതൊന്നും പര്യാപ്തമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.